നമസ്കാരം, എൻ്റെ പേര് മനു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ ടോപ്പിക് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസിനെ കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അത് എന്തൊക്കെ ഡിവൈസ് ആയിരുന്നു ഞാൻ സൂചിപ്പിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് തന്നെ ചാനൽ വരുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലുള്ള ബെൽ ഐക്കണും കൊണ്ട് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ടൈപ്പ് ഓഫ് ഹാർഡ്വെയർ ഡിവൈസിൻ്റെ അകത്താണ് ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും വരുന്നത്. ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മൾ സിസ്റ്റത്തിൽ ഇൻപുട്ട് കൊടുക്കുന്ന ഡിവൈസാണ് ഇൻപുട്ട് ഡിവൈസ്, കീബോർഡ് മൗസ് പോലത്തെ. ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിസ്റ്റം ഔട്ട്പുട്ട് തരുന്നുണ്ട്, മോണിറ്ററിൽ ഔട്ട്പുട്ട് തരും, അതാണ് ഔട്ട്പുട്ട് ഡിവൈസ്. ഏതൊക്കെയാണെന്ന് നോക്കാം. കീബോർഡ്, മൗസ്, ട്രാക്ക് ബോർഡ്, ഗ്രാഫിക്സ് ടാബ്ലറ്റ്, ഗെയിം കൺട്രോളർ, ടച്ച് സ്ക്രീന്, വെബ് ക്യാം, മൈക്രോഫോൺ. ഇത്രയാണ് ഇൻപുട്ട് ഡിവൈസ്. ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ മോണിറ്റർ, പ്രിൻ്റർ, ഓഡിയോ സ്പീക്കർ, ഹെഡ്ഫോണ്, പ്രൊജക്ടർ, GPS, സൗണ്ട് കാർഡ്, വീഡിയോ കാർഡ്. നമുക്കിനി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മോണിറ്റർ എന്താണ്? മോണിറ്റർ ഈസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ് യൂസ് ടു ഡിസ്പ്ലേ ദ ഔട്ട്പുട്ട് ആസ് എ റിസൾട്ട്. നമുക്ക് സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യുന്ന ഓരോ ഇൻഫർമേഷനും എൻ്റർ ചെയ്യുന്നത് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് മോണിറ്റർ. 5 ടൈപ്പ് ഓഫ് മോണിറ്റർ ഉണ്ട്. കാഥോഡ് റേ ട്യൂബ്, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, തിൻ ഫിലിം ട്രാൻസിസ്റ്റർ, അമോലഡ്, ആക്റ്റീവ് മെട്രിക്സ് ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ടും കാഥോഡ് റേ ട്യൂബാണ്. എന്താണ് കാഥോഡ് റേ ട്യൂബ് എന്നുള്ളതാണ്. കാഥോഡ് റേ ട്യൂബ് എന്ന് പറഞ്ഞാൽ വാക്യൂം ട്യൂബ് കണ്ടെയ്നിങ് ആൻഡ് ഇലക്ട്രോൺ ഗൺ. അതായത് നമുക്ക് സ്ക്രീനിൽ അല്ലെങ്കിൽ നമ്മുടെ PC-യിൽ, പേഴ്സണൽ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ നമുക്ക് ഡിസ്പ്ലേ തെളിഞ്ഞു വരണമെങ്കിൽ ഒരു ഇലക്ട്രോൺ ഗണ്ണ് അത് എമിറ്റ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോൺ ഗണ്ണിൻ്റെ അത് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ട്. വാക്യൂം ട്യൂബ് കണ്ടെയ്നിങ് ആൻഡ് ഇലക്ട്രോൺ ഗൺ, സോഴ്സ് ഓഫ് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്താണ് നമുക്ക് ആ ഡിസ്പ്ലേ തെളിഞ്ഞു വരുന്നത്. ഫ്ലൂറസെൻ്റ് സ്ക്രീൻ വിത്ത് ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ മീൻസ് ടു ആക്സിലറേറ്റ് ആൻഡ് ഡിഫ്ലക്ട് ദ ഇലക്ട്രോൺ ബീം. ഇതാണ് കാഥോഡ് റേ ട്യൂബ്. അതായത് കാഥോഡ് നമ്മുടെ ഈ സ്ക്രീനിൻ്റെ അകത്ത് ഇലക്ട്രോൺ ബീം നമുക്ക് എമിറ്റ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് നമുക്ക് ലൈറ്റ് തെളിഞ്ഞു വന്ന് നമുക്ക് ഓരോ ഇമേജ്, പിക്ചേഴ്സ് എല്ലാം കാണാൻ പറ്റുന്നത്. ആണ് കാഥോഡ് റേ ട്യൂബ്. ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡാണ്. അതായത് നമ്മുടെ ഇത് LCD ടിവിക്കകത്തൊക്കെ ഇതാണ്. LCD ടിവിയിലും LCD പേഴ്സണൽ കമ്പ്യൂട്ടറിൽ PC-യിലും എല്ലാം ലിക്വിഡാണ്. ഒരു ലിക്വിഡിൻ്റെ സാന്നിധ്യത്തിലാണ് നമുക്ക് ഇമേജ് കാണാൻ പറ്റുന്നത് മോണിറ്ററിൽ. തിന്നെ ഫ്ലാറ്റ് പാനൽ യൂസ്ഡ് ഫോർ ഇലക്ട്രോണിക്കലി ഡിസ്പ്ലേയിങ് ഇൻഫർമേഷൻ. ഓക്കെ, തിന്നും ഫ്ലാറ്റ് പാനലും യൂസ്ഡ് ഫോർ ഇലക്ട്രോണിക്കലി ഡിസ്പ്ലേയിങ് ഇൻഫർമേഷൻ. ഇലക്ട്രോണിക് ആയിട്ട് ഇൻഫർമേഷനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി തിന്നായിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള പാനലാണ് യൂസ് ചെയ്യുന്നത്. അതാണ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് മോണിറ്റർ. പിന്നെ മൂന്നാമത്തെ പറയുമ്പോൾ LED ടിവിയെക്കുറിച്ച് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഇൻസ്റ്റെഡ് ഓഫ് ഹാവിങ് എ നോർമൽ CCFL backlight, it is use LED, a source of light behind the screen. സ്ക്രീനിൻ്റെ പുറകിൽ ഒരു LED ഘടിപ്പിച്ചിട്ടുണ്ട്. അതായത് LED വെച്ചിട്ടുണ്ട്. ആ LED വഴിയാണ് നമുക്ക് ഇമേജ് കാണുവാൻ സാധിക്കുന്നത്. അതാണ് LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് മോണിറ്റർ എന്ന് പറയുന്നത്. അടുത്തത് തിൻ ഫിലിം ട്രാൻസിസ്റ്റർ. അതിൻ്റെ അകത്ത് മെയിനായിട്ട് പിക്സലാണ് വരുന്നത്. ഈച്ച് പിക്സൽ ഈസ് കൺട്രോൾഡ് ഫ്രം 1 to 4 ട്രാൻസിസ്റ്റർ. അതായത് ഓരോ പിക്സൽ, നമ്മൾ ഈ ഓരോ ഗ്രെയിൻസ് കാണത്തില്ല TV-യിൽ, അതിൽ ഒരു പിക്സൽ 1 to 4 ട്രാൻസിസ്റ്റർ വരെ ഉണ്ട്. യൂസസ് കെമിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ടു ക്രിയേറ്റ് എ വിസിബിൾ ഇമേജ് ഓൺ സ്ക്രീൻ. കെമിക്കലും ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസുമാണ് നമ്മൾ സ്ക്രീനിൽ ഇമേജ് വിസിബിൾ ആവാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതായത് കെമിക്കൽ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസാണ് അതിൻ്റെ അകത്തുള്ളത്. അതായത് ഓരോ പിക്സൽ 4 ട്രാൻസിസ്റ്ററാണ്. അതാണ് തിൻ ഫിലിം ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. അടുത്തത് അമോലഡ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് മെട്രിക്സ് ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അതായത് ദ OLED ഡിസ്പ്ലേ കണ്ടെയ്ൻസ് ആൻ LED വിച്ച് ഈസ് comprised of an organic material that emits light. When the current is passed through it is to display rich and vibrant colors. ഇതിൻ്റെ അകത്ത് ഒരു ഓർഗാനിക് മെറ്റീരിയലാണ് നമ്മൾ ഈ സ്ക്രീനിൻ്റെ ബാക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്കൊരു ഡിസ്പ്ലേ റിച്ച് ആയിട്ടും വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സും അമോലഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതാണ് ഇപ്പോൾ 5 ടൈപ്പ് ഓഫ് മോണിറ്റർ. ഒന്നാമത്തെ കാഥോഡ് റേ ട്യൂബ്, രണ്ടാമത്തെ LCD, മൂന്നാമത്തെ LED,
നാലാമത്തെ TFT, അഞ്ചാമത്തെ AMOLED. അടുത്തതിലേക്ക് പോവാം. അടുത്ത ടൈപ്പ് ഓഫ് കണക്റ്റേഴ്സ് ഇൻ മോണിറ്റർ. മോണിറ്ററിൽ കണക്ട് ചെയ്യുന്ന മോണിറ്ററും നമ്മുടെ CPU അല്ലെങ്കിൽ നമ്മുടെ TV ആണെങ്കിൽ TV നമ്മുടെ സെറ്റപ്പ് ബോക്സുമായിട്ട് കണക്ട് ചെയ്യുന്ന കണക്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. VGA, വീഡിയോ ഗ്രാഫിക്സ് അറേ, 15 പിൻ വീഡിയോ മാത്രം കാണാൻ പറ്റുന്നതാണ് VGA, വീഡിയോ ഗ്രാഫിക്സ് അറേ എന്ന് പറയുന്ന കണക്ടർ. ഇതാണ് ആ കണക്ടർ. ഇതാണ് ആദ്യത്തെ കണക്ടർ. ഇതാണ് കണക്ടർ. ഇതിനകത്ത് ഓരോരോ ചെറിയ പിന്ന് കണ്ടോ, അത് 15 പിന്നാണ് VGAക്കകത്തുള്ളത്. DVI, ഡിജിറ്റൽ വീഡിയോ ഇൻ്റർഫേസ്, 24 പിന്നാണ്. ഇതാണ് ഡിജിറ്റൽ വീഡിയോ ഇൻ്റർഫേസ്. ഇതിൻ്റെ അകത്ത് 24 പിന്നാണ്. വീഡിയോയും ഓഡിയോയും സപ്പോർട്ട് ചെയ്യും ഇതിനകത്ത്. DVI, ഡിജിറ്റൽ വീഡിയോ ഇൻ്റർഫേസ്. HDMI എല്ലാം നമുക്ക് പരിചിതമായിട്ടുള്ളൊരു കണക്ടറാണ്. നമ്മുടെ ഇപ്പോൾ TVയും സെറ്റപ്പ് ബോക്സുമായിട്ട് കണക്ട് ചെയ്യുന്നതും HDMI ആണ്. അതുപോലെ തന്നെ PCയും CPUവിൻ്റെ ബാക്കിൽ നമുക്ക് HDMI കേബിൾ കണക്ട് ചെയ്യാൻ പറ്റും. ഹൈ ഡെഫിനേഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ് എന്നാണ് HDMIൻ്റെ ഫുൾ ഫോം. 19 പിന്നാണ് ഇതിൻ്റെ അകത്ത്. ഇതാണ് ഈ പിന്നെന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ അകത്തുള്ളത് 19 പിന്നാണ്. HD വീഡിയോയും ഓഡിയോയും സപ്പോർട്ട് ചെയ്യാനാണ് HDMI. അതുകൊണ്ട് HDMI ആണ് ഇപ്പോൾ മെയിനായിട്ട് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നത്. അതാണ് മോണിറ്ററിലുള്ള കണക്ടർ. 3 കണക്ടറാണ്. ഒന്ന് VGA, ഒന്ന് DVI, ഒന്ന് HDMI. അടുത്തത് എന്താണ് കീബോർഡ് എന്നുള്ളതാണ്. കീബോർഡ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ് യൂസ്ഡ് ടു ഇൻപുട്ട് ഇൻ കമ്പ്യൂട്ടർ സിസ്റ്റം യൂസിങ് സം കീ സ്ട്രോക്സ്. കുറച്ച് കീകൾ കൊണ്ട് നമ്മൾ കമ്പ്യൂട്ടറിന് ഇൻപുട്ട് കൊടുക്കുന്നതാണ് കീബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് കീബോർഡ്. 5 ബേസിക് ടൈപ്പ് ഓഫ് കീബോർഡ് ഉണ്ട്. മെക്കാനിക്കൽ കീബോർഡ്, ഗെയിമിംഗ് കീബോർഡ്, സ്റ്റാൻഡേർഡ് കീബോർഡ്, വയർലെസ് കീബോർഡ്, മൾട്ടിമീഡിയ കീബോർഡ്. മെക്കാനിക്കൽ കീബോർഡ് മെക്കാനിക്കായിട്ടുള്ള യൂസിന്, അതായത് നമ്മൾ ടൈപ്പിങ്ങിന് യൂസ് ചെയ്യും. ഗെയിമിംഗ് കീബോർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാ കീബോർഡും ഗെയിമിംഗ് കീബോർഡും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിനകത്ത് കുറച്ചുകൂടെ ബട്ടൺസൊക്കെ ഗെയിമിംഗ് കീബോർഡിൻ്റെ അകത്ത് ആഡ് ആവുന്നുണ്ട്. ഓക്കെ, സ്റ്റാൻഡേർഡ് കീബോർഡ് നമ്മുടെ ഈ സാധാ കീബോർഡാണ് സ്റ്റാൻഡേർഡ് കീബോർഡ്. വയർലെസ് എന്ന് പറയുമ്പോൾ നമ്മൾ വയറും CPU ആയിട്ട് കണക്ട് ചെയ്യാത്ത നമ്മുടെ ബ്ലൂടൂത്ത് ആയിട്ട് അല്ലെങ്കിൽ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ് വയർലെസ് കീബോർഡ്. അതിന് വയറില്ലാത്ത കീബോർഡ്, വയറും PC ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി വയറില്ലാത്ത കീബോർഡാണ് വയർലെസ് കീബോർഡ്. അടുത്ത മൾട്ടിമീഡിയ കീബോർഡ്. മൾട്ടിമീഡിയ കീബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൾട്ടിമീഡിയ പർപ്പസിന്, അതായത് പ്ലേ, പോസ്, നെക്സ്റ്റ് ബട്ടണ്, ഇങ്ങനെയുള്ള സെറ്റ് ചെയ്തിരിക്കുന്ന കീബോർഡും ഉണ്ട്. അതാണ് മൾട്ടിമീഡിയ കീബോർഡ്. കീബോർഡിൻ്റെ അകത്ത് 2 കണക്ടറുണ്ട്. ഒന്ന് PS2ഉം ഒന്ന് USB. USB എന്ന് പറഞ്ഞാൽ ഇതാണ്, അറിയാലോ, നമ്മുടെ ഫോണിൽ ചാർജ് കണക്ട് ചെയ്യുന്നതാണ് USB. PS2 എന്ന് പറഞ്ഞാൽ ഇതാണ് PS2. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇത് കണ്ടോ, ഈ ഗ്രീനും ഈ വയലറ്റും, ഇത് ആണ് PS2 കണക്ടർ. അപ്പം ഇവിടുന്ന് ഒരു കേബിൾ ഉണ്ട്, അത് നമുക്ക് CPUവിൻ്റെ പുറകിൽ ഇത് രണ്ടും കണക്ട് ചെയ്താൽ നമുക്ക് ഈ കീബോർഡും മോണിറ്ററുമായിട്ട് കണക്റ്റ് ആവും. അടുത്ത എന്താണ് മൗസ് എന്നുള്ളതാണ്. എ മൗസ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ് യൂസ്ഡ് ടു ഇൻപുട്ട് ഇൻ കമ്പ്യൂട്ടർ സിസ്റ്റം യൂസിങ് എ പോയിൻ്റർ ആരോ. അപ്പം മൗസ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ ഈ പോയിന്റ് ചെയ്യുന്നത് ഇത് മൗസും കൊണ്ടാണ് പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, 3 ബേസിക് ടൈപ്പ് ഓഫ് മൗസ് ഉണ്ട്. ഒന്ന് മെക്കാനിക്കൽ അല്ലെങ്കിൽ ട്രാക്ക് ബോൾ മൗസ്. അതാണ് നമ്മൾ ഏർലി ഏജ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ട്രാക്ക് ബോളിൻ്റെ ചലനത്തിന് മറ്റേ കേഴ്സർ നമ്മുടെ സ്ക്രീനിൽ മൂവ് ചെയ്യുന്നു. അതാണ് നമ്മൾ പണ്ട് യൂസ് ചെയ്യുന്നത്. ഒപ്റ്റിക്കൽ മൗസ്. ഇപ്പം മെയിനായിട്ട് ഒപ്റ്റിക്കൽ മൗസും വയർലെസ് മൗസുമാണ്. വയർലെസ് മൗസ് എന്ന് പറഞ്ഞാൽ വയറില്ലാത്ത, നമ്മൾ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യും. സിസ്റ്റവും നമ്മുടെ മൗസുമായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ വയറിൻ്റെ ആവശ്യമില്ല. എങ്കിലും ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് വിട്ടുപോയി കഴിഞ്ഞാൽ വയർലെസ് കണക്ഷൻ വിട്ടുപോകും. ഒപ്റ്റിക്കൽ മൗസ് നമ്മൾ USB ആയിട്ട് കണക്ട് ചെയ്യുന്നത്. കണക്ടേഴ്സ് എന്ന് പറയുമ്പോൾ PS2ഉം മറ്റേതുപോലെ കീബോർഡിൻ്റെ അതുപോലെ PS2 USB ഉണ്ട്. USB എന്ന് പറഞ്ഞാൽ അറിയാം ഈ സാധനം. PS2 കണക്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ് PS2 കണക്ടർ. ഓക്കെ, മൗസ് എന്താണെന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത എന്താണ് UPS എന്നുള്ളത്. UPS എന്നുള്ളത് വാക്കിൽ തന്നെയുണ്ട്. അൺഇൻറ്ററപ്റ്റബിൾ പവർ സപ്ലൈ. അതാണ് UPS. അൺഇൻറ്ററപ്റ്റബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പവർ പോയാലും, ഇപ്പം നമ്മുടെ ഒരു വീട്ടിലെ ഇതുപോലെ, അതായത് ഒരു പവർ സപ്ലൈ പോലെ, അതായത് പവർ നമ്മുടെ ഇലക്ട്രിസിറ്റി പോയാലും സിസ്റ്റം ഓഫ് ആയി പോയാലും അതിനാണ് നമ്മൾ UPS സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യുന്നത്. എ ഡിവൈസ് ദാറ്റ് പ്രൊവൈഡ് ബാറ്ററി ബാക്ക് ഇപ്പോൾ തരുന്നുണ്ട്. വെൻ ഇലക്ട്രിക്കൽ പവർ ഫെയിൽസ് ഓർ ഡ്രോപ്പ് ടു ആൻ അൺഅക്സെപ്റ്റബിൾ വോൾട്ടേജ് ലെവൽ. ഇലക്ട്രിക് ഫാനിലെ വോൾട്ടേജ് കുറഞ്ഞാൽ, ഇലക്ട്രിക് ഫാൻ ഫെയിലായി പോയാലോ നമ്മുടെ സിസ്റ്റം ഇപ്പോൾ എന്തെങ്കിലും ഓപ്പറേഷൻ എന്തെങ്കിലും വർക്ക് ചെയ്യുവാണെങ്കിൽ സിസ്റ്റം നമ്മളെ സ്റ്റോപ്പായി പോകില്ല. അതിനുവേണ്ടിയാണ് UPS എപ്പോഴും സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യണമെന്ന് പറയുന്നത്. കാരണം UPSന് ബാറ്ററി ബാക്കപ്പ് ഉണ്ട് കുറച്ച്. അപ്പോൾ പവർ സപ്ലൈ പോയാലും കുറച്ച് നേരം കൂടെ നമുക്ക് സിസ്റ്റം ഓൺ ആയിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ ചെയ്ത വർക്കുകളൊന്നും ഇടയ്ക്ക് വെച്ച്
കട്ടായി പോകത്തില്ല. സ്മോൾ യു പി സിസ്റ്റം പ്രൊവൈഡ് പവർ എ ഫ്യൂ മിനിറ്റ്. സ്മോൾ യു പി സിസ്റ്റം കുറച്ച് മിനിറ്റ് മാത്രമേ പവർ നിൽക്കത്തുള്ളൂ, 10-20 മിനിറ്റ്. ഇനഫ് ടു പവർ ഡൗൺ ദ കമ്പ്യൂട്ടർ ഇൻ ആൻ ഓർഡർലി മാനർ വിച്ച് വൈൽ ലാർജ് സിസ്റ്റം ഹാവ് ഇനഫ് ബാറ്ററി ഫോർ സെവറൽ ഹവേഴ്സ്. ലാർജ് യു പി എസിന് ഒത്തിരി ടൈം നിൽക്കും നമ്മുടെ ബാറ്ററി ബാക്കപ്പ്. അപ്പം നമ്മുടെ സിസ്റ്റം ഓഫായി പോകത്തില്ല കറണ്ട് പോയെങ്കിലും. അതാണ് യു പി എസ്. അടുത്ത് എന്താണ് സ്പീക്കർ എന്നുള്ളത്? സ്പീക്കർ എന്നുള്ളത് എന്താണെന്നുള്ളതാണ്. സ്പീക്കർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്, യൂസ് ടു ഗീവ് സൗണ്ട് ടു അസ് ഔട്ട്പുട്ട്. സിസ്റ്റത്തിലുള്ള സൗണ്ട് നമുക്ക് ചെവിയിൽ കേൾക്കാൻ വേണ്ടി ഉള്ള ഒരു ഇതാണ് സ്പീക്കർ, അതായത് ഔട്ട്പുട്ട് ഡിവൈസ്. ഇൻ ഓർഡർ ടു ട്രാൻസ്ലേറ്റ് ആൻ ഇലക്ട്രിക്കൽ സിഗ്നൽ ഇൻ ടു ആൻ ഓഡിബിൾ സൗണ്ട്. ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ സിസ്റ്റത്തിൽ നിന്ന് സ്പീക്കറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ സിസ്റ്റത്തിൽ നിന്ന് സ്പീക്കർ ഒരു ഇലക്ട്രിക് സിഗ്നലാണ് പോകുന്നത്. അത് നമുക്ക് ഓഡിബിൾ ആയിട്ടുള്ള സൗണ്ടിൽ കൂടെ വരുന്നത് സ്പീക്കറിലൂടെയാണ്. സ്പീക്കർ കണ്ടെയ്നിങ് ആൻ ഇലക്ട്രോ മാഗ്നറ്റ് മെറ്റൽ കോയിൽ വിച്ച് ക്രിയേറ്റ് എ മാഗ്നറ്റിക് ഫീൽഡ് വെൻ ആൻ ഇലക്ട്രിക് കറണ്ട് ഫ്ലോസ് ത്രൂ ഇറ്റ്. ഇതിൻ്റെ അകത്ത് ഇതും നമ്മുടെ പി സി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഒരു ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. നോർത്ത് പോളും സൗത്ത് പോളും എന്നൊക്കെ പറയാൻ നമ്മൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡും അതും ഒബ്റ്റെയിൻ ഒരു മെറ്റൽ കോയിനും മാഗ്നറ്റിക് ഫീൽഡും കൂടെ ഒരു മെറ്റൽ കോയിൽ വെച്ച് ക്രിയേറ്റ് എ മാഗ്നറ്റിക് ഫീൽഡ്. മെറ്റൽ കോയിൽ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് സൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ അകത്തൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ അങ്ങനെയാണ് നമുക്ക് സൗണ്ട് പ്രൊഡ്യൂസ് ആവുന്നത്. അതാണ് സ്പീക്കർ എന്ന് പറയുന്നത്. സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഒരു പക്ക ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. നമുക്ക് ഇലക്ട്രിക്കൽ സിഗ്നലിൻ്റെ നമുക്ക് സൗണ്ട് ഇലക്ട്രിക്കൽ സിഗ്നലിൻ്റെ അത് ഓഡിബിൾ സൗണ്ടായിട്ട് നമുക്ക് ഔട്ട്പുട്ടിലേക്കൂടെ വരുന്നു. അതാണ് സ്പീക്കർ. അടുത്ത എന്താണ് വെബ് ക്യാം? വെബ് ക്യാം എന്നുള്ളത് നമുക്ക് ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും എല്ലാം നമുക്ക് മേളിൽ നമ്മുടെ ഇവിടെ ഈ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ലാപ്ടോപ്പിൻ്റെ ഒക്കെ അവിടെ തന്നെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് വെബ് ക്യാം. വെബ് ക്യാം എന്ന് പറയുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിലേക്ക് മെയിനായിട്ട് ക്യാമറ ചിലപ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും. അപ്പോൾ വെബ് ക്യാം ഉണ്ടെങ്കിൽ നമുക്കത് നന്നായിട്ട് നമുക്ക് വീഡിയോ കോളിങ്ങിനും ഫോട്ടോ എടുക്കാനും എല്ലാം നമുക്ക് സാധിക്കും. വെബ് ക്യാം ടൈപ്പിക്കലി സ്മോൾ ക്യാമറ വിത്ത് ഐദർ അറ്റാച്ച്ഡ് യൂസർ മോണിറ്ററിൻ്റെ ഒന്നെങ്കിൽ മോണിറ്ററായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ മോണിറ്ററിൽ നമ്മളത് ഫിറ്റ് ചെയ്യും, ഘടിപ്പിച്ചിരിക്കും. ഓർ സിറ്റിൻ്റെ ഡെസ്ക്, അല്ലെങ്കിൽ ഡെസ്കിലാണെങ്കിൽ നമുക്ക് വെക്കാം. മോസ്റ്റ് വെബ് ക്യാം കണക്ട് ചെയ്ത കമ്പ്യൂട്ടർ വഴിയ USB. കമ്പ്യൂട്ടറിൽ വെബ് ക്യാം കണക്ട് ചെയ്യുന്നത് USB വഴിയായിരിക്കും. 4 ടൈപ്പ് ഉണ്ട്. ഇൻറ്റിഗ്രേറ്റഡ് വെബ് ക്യാം വിത്ത് മൈക്രോഫോണ്, സ്റ്റാൻഡ് അലോൺ വെബ് ക്യാം, നെറ്റ്വർക്ക് ക്യാമറ അല്ലെങ്കിൽ CCTV. അടുത്തത് എന്താണ് സ്കാനർ എന്നുള്ളതാണ്. സ്കാനർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇപ്പം നമുക്ക് പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. നമുക്ക് സിസ്റ്റത്തിലുള്ള ഒരു PDF ഫയലിന് നമുക്ക് പേപ്പറായിട്ട് കിട്ടണമെങ്കിൽ അത് സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്കത് ഹാർഡ് കോപ്പി, അതായത് നമുക്ക് പേപ്പറായിട്ട് കിട്ടും. സ്കാനർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ തിരിച്ച് ഓപ്പോസിറ്റാണ്. അതായത് നമുക്ക് സിസ്റ്റത്തിലോട്ട് എന്തെങ്കിലും നമുക്ക് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് സ്കാൻ ചെയ്യുകയാണെങ്കിൽ അത് അതിൽ സ്കാൻ ചെയ്തിട്ട് അത് സിസ്റ്റത്തിലോട്ട് ആ ഡോക്യുമെൻ്റ് ചെല്ലും. അതാണ് നമ്മൾ നേരെ പ്രിൻ്ററിന് നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ ചെയ്യുന്നത്. സ്കാനർസ് ആൻഡ് ഇൻപുട്ട് ഡിവൈസ്. കാരണം നമ്മൾ അത് പേപ്പർ വെച്ചിട്ട് അത് സ്കാൻ ചെയ്ത് സിസ്റ്റത്തിലോട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് അത് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. വിച്ച് കൺവേർട്സ് ഹാർഡ് കോപ്പി ഇൻറ്റു സോഫ്റ്റ് കോപ്പി. ഹാർഡ് കോപ്പി എന്ന് പറയുന്നത് നമ്മുടെ പേപ്പർ, സോഫ്റ്റ് കോപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ സിസ്റ്റത്തിൽ സേവ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്. ഇറ്റ് കൺവേർട്സ് ഹാർഡ് കോപ്പി ഇൻറ്റു ഡിജിറ്റൽ കോപ്പി. ടൈപ്സ് ഓഫ് സ്കാനർ: സ്പെഷ്യലൈസ്ഡ് സ്കാനർ, ഹാൻഡ് ഹെൽഡ് സ്കാനർ, സ്റ്റാൻഡേർഡ് സ്കാനർ, സ്കാനിങ് ആപ്ലിക്കേഷൻ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്പെഷ്യലൈസ്ഡ് സ്കാനർ: ദോസ് സ്കാനർ വിച്ച് ആർ യൂസ് ടു സ്കാൻ സം സ്പെഷ്യൽ ഡോക്യുമെൻ്റ് ലൈക്ക് ബിസിനസ് കാർഡ്, മെട്രോ കാർഡ്. നമ്മൾ മെട്രോയിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഇങ്ങനെ ഒരു ടൈപ്പ് സ്കാനർ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പേരാണ് സ്പെഷ്യലൈസ്ഡ് സ്കാനർ. ഒരു സ്പെഷ്യലായിട്ടുള്ള പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്പെഷ്യലൈസ്ഡ് സ്കാനർ. ഇവിടെ നമ്മൾ മെട്രോ കാർഡ് നമ്മൾ ഇവിടെ കാണിക്കുമ്പോൾ നമുക്ക് ആ ഗേറ്റ് അത് ഓപ്പണായി വരും. അതിൻ്റെ പേരാണ് സ്പെഷ്യലൈസ്ഡ് സ്കാനർ. രണ്ടാമത്തെ ഹാൻഡ് ഹെൽഡ് സ്കാനർ. ഇത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ. ദോ സ്കാനർ വിച്ച് ആർ സ്മോളർ ആൻഡ് ഈസി ഹാൻഡ് ഹെൽഡ് യൂസേഴ്സ് ടു സ്കാൻ എ ലോട്ട് ഓഫ് തിങ്സ് വെരി ക്വിക്ക്ലി. ബാർകോഡ് സ്കാനർ എന്നും ഇതിന് പറയും. അതാണ് ഹാൻഡ് ഹെൽഡ് സ്കാനർ. ഈ സ്കാനറും കൊണ്ട് നമുക്ക് ബാർകോഡ് സ്കാൻ ചെയ്ത് നമുക്ക് അതിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റും. അതിനാണ് ഹാൻഡ് ഹെൽഡ് സ്കാനർ. നമ്മൾ ഹാൻഡിൽ കൊണ്ട് നടക്കാൻ പറ്റിയ സ്കാനറിൻ്റെ പേരാണ് ഹാൻഡ് ഹെൽഡ് സ്കാനർ. അടുത്തത് സ്റ്റാൻഡേർഡ് സ്കാനർ. ഫ്ലാറ്റ് ബെഡ് സ്കാനർ. In a flatbed scanner, the documents അല്ലെങ്കിൽ pages are placed on the screen for scanning. These may be standalone or integrated in a printer. ഒരു പ്രിൻ്ററിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഡിവൈസോ ആയിരിക്കും. ഒന്നെങ്കിൽ പ്രിൻ്ററുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡിവൈസ്
എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻറ്റോ പേജോ നമുക്ക് സ്കാൻ ചെയ്യാൻ വേണ്ടി മാത്രം ഉള്ളൊരു സ്കാനർ ആയിരിക്കും അത്. അടുത്ത ഷീറ്റ് ഫീഡ് സ്കാനർ, അതായത് നമ്മൾ ഒരു ബുക്ക് നമുക്ക് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ സ്കാൻ ആയിക്കട്ടെ. ഷീറ്റ് ഫീഡ് സ്കാനർ ഇസ് സ്മോളർ ആൻഡ് പോർട്ടബിൾ സ്കാനർ ഇൻ കമ്പയറിങ് ഓഫ് ഫ്ലാറ്റ് ബട്ട് യു ക്യാൻ സ്കാൻ എ വോൾ ബുക്ക് യൂസിങ് എ ഷീറ്റ് ഫീഡ് സ്കാനർ. നമുക്കൊരു ഫുൾ ബുക്ക് നമുക്ക് ഷീറ്റ് ഫീഡ് സ്കാനറിലൂടെ നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും. ഇത്രയാണ് 4 ടൈപ്പ് ഓഫ് സ്കാനർ: സ്പെഷ്യലൈസ്ഡ് സ്കാനർ, ഹാൻഡ് ഹെൽഡ് സ്കാനർ, സ്റ്റാൻഡേർഡ് സ്കാനർ. അടുത്തത് സ്കാനിങ് ആപ്ലിക്കേഷൻ ക്യാം സ്കാനർ. ക്യാം സ്കാനറിനെ കുറിച്ച് അറിയാത്തവർ നമ്മൾ ആരും തന്നെ ഇല്ല. ഡോക്യുമെൻ്റ്, ID കാർഡ്, ആധാർ കാർഡ്, നമുക്കെല്ലാം തന്നെ അതിൻ്റെ അകത്ത് സ്കാൻ ചെയ്ത് നമുക്ക് ഡോക്യുമെൻ്റ് ആയിട്ട് ഫോണിൽ സേവ് ചെയ്യാൻ പറ്റുമോ, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും പറ്റും. അതാണ് നമ്മുടെ ആൻഡ്രോയിഡിലുള്ള ആപ്ലിക്കേഷനാണ് ക്യാം സ്കാനർ. അടുത്ത സ്കാനറിൻ്റെ അകത്തുള്ള കണക്ടർ ഏതൊക്കെയാണ്? ഒന്ന് സീരിയൽ പോർട്ടിൻ്റെ അകത്ത് 9 and 22/5 പിൻസ് ഉണ്ട് കണക്ടർ. ഇത് 9 പിന്നും 22/5 പിൻസും ഉണ്ട് സീരിയൽ പോർട്ട്. പാരൽ പോർട്ട് എന്ന് പറയുമ്പോൾ പാരലായിട്ടിരിക്കുന്ന പോർട്ട്, അതാണ് പാരൽ പോർട്ട്. അതിൻ്റെ അകത്ത് 40 പിൻ ഉണ്ട്. പാരൽ പോർട്ടിൻ്റെ അകത്ത് ഈ ചെറിയ ഇത് 40 പിൻ ഉണ്ട്. കണക്ടർ എന്ന് പറയുന്നത് വയറാണ് കേട്ടോ. വയർ കണക്ട് ചെയ്യുന്ന ഓരോത്തിനും ഓരോ കണക്ടർ. മുമ്പ് ഞാൻ മൗസിൻ്റെ കീബോർഡിന് പറഞ്ഞു, അതിൻ്റെ അകത്ത് PS to USB. അതുപോലെ സ്കാനറുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഇത് വയറും നമ്മുടെ സിസ്റ്റമോ അല്ലെങ്കിൽ CPU ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു അതിനാണ് കണക്ടർ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് പാരൽ പോർട്ടിൻ്റെ അകത്ത് 40 പിൻ. USB എന്ന് പറഞ്ഞാൽ USB കുത്താനുള്ള പോർട്ട്, 2 പോർട്ട്, 4 പിന്നെ. ലാൻ പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ എതർനെറ്റ് കേബിൾ. ഇത് നമ്മുടെ ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും സിസ്റ്റത്തിലും എല്ലാം ഇതുണ്ട്. നമ്മുടെ ലാപ്ടോപ്പിലും നമുക്കിത് കാണാൻ പറ്റും. ഇതാണ് ലാൻ പോർട്ട്, ഇൻ്റർനെറ്റിന് വേണ്ടിയുള്ള നെറ്റ്വർക്ക് കേബിളാണ്. 8 പിൻ കണക്ടറാണത്. അടുത്ത വയറല്ലാത്ത, നമ്മൾ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഒരു ഡിസ്ക് ഡ്രൈവ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കലി വയർലെസ് ആയിട്ട് കിട്ടുന്നു, വിത്തൗട്ട് കണക്ടർ. അതിനകത്ത് വയറില്ലാത്തതിൻ്റെ പേരാണ് വയർലെസ് കണക്ടർ. വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. പക്ഷേ അതിന് പരിമിതികളുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ഡിസ്റ്റൻസ് അത് വെച്ച് നമുക്ക് പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ സ്കാനറും ഒരു കമ്പ്യൂട്ടറും നമ്മൾ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യുന്നെങ്കിൽ അതിലൊരു സർട്ടൻ ഡിസ്റ്റൻസ് ഉണ്ട്. ഒത്തിരി ഡിസ്റ്റൻസ് കഴിഞ്ഞ് പോകാൻ പറ്റത്തില്ല. അപ്പോൾ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കണക്ഷൻ വിട്ടുപോകും. അടുത്ത എന്താണ് പ്രിൻ്റർ? അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു, പ്രിൻ്റർ എന്നാണ് നമുക്ക് സിസ്റ്റത്തിലുള്ളത് നമുക്ക് ഒരു ഹാർഡ് കോപ്പി ആയിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്യണം. അതായത് ഒരു പേപ്പറായിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ പ്രിൻ്റ് ചെയ്യണം. അതാണ് പ്രിൻ്റർ എന്ന് പറയുന്നത്. പിന്നെ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് വിച്ച് കൺവേർട്ട് സോഫ്റ്റ് കോപ്പി ഇൻറ്റു ഹാർഡ് കോപ്പി. സോഫ്റ്റ് കോപ്പി എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൽ സേവ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്. ഹാർഡ് കോപ്പി എന്ന് പറഞ്ഞാൽ പേപ്പർ. ഇറ്റ് കൺവേർട്സ് ഡിജിറ്റൽ കോപ്പി ഇൻറ്റു ഫിസിക്കൽ കോപ്പി. ടൈപ്പ് ഓഫ് പ്രിൻ്റർ: ഇമ്പാക്ട് പ്രിൻ്റർ, നോൺ ഇമ്പാക്ട് പ്രിൻ്റർ. എന്താണ് ഇമ്പാക്ട് പ്രിൻ്റർ എന്ന് നോക്കാം. ഇമ്പാക്ട് പ്രിൻ്റർ എന്ന് പറയുന്നത്, ഇമ്പാക്ട് പ്രിൻ്റർ ആണ് ദോസ് പ്രിൻ്റർ വിച്ച് ഹാവ് ഫിസിക്കൽ കോണ്ടാക്ട് ബിറ്റ്വീൻ കാർട്ടിലേജ് ആൻഡ് പേപ്പർ. കാർട്ടിലേജും പേപ്പറും തമ്മിൽ ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉണ്ട് ഇമ്പാക്ട് പ്രിൻ്ററിന്. അതായത് കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള കളറും അതിൻ്റെ ഹീറ്റ് സെൻസിറ്റീവ് സംഭവമാണ് കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അകത്ത് അതും നമ്മുടെ പേപ്പർ, നമ്മൾ പ്രിൻ്ററിന് നമ്മളൊരു പേപ്പർ വെക്കുമല്ലോ, ആ പേപ്പറും അതും തമ്മിൽ ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉണ്ട്. അതാണ് ഇമ്പാക്ട് പ്രിൻ്റർ. ഫിസിക്കൽ കോണ്ടാക്റ്റ് കാർട്ടിലേജ് ആൻഡ് പേപ്പർ. നോൺ ഇമ്പാക്ട് പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ ദോസ് പ്രിൻ്റർ ഡിസ് നോട്ട് ഹാവ് ഫിസിക്കൽ കോണ്ടാക്ട്. മറ്റേതിനകത്ത് കാർട്ടിലേജും പേപ്പറും തമ്മിൽ ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. നോൺ ഇമ്പാക്റ്റിനകത്ത് കാർട്ടിലേജും പേപ്പറും തമ്മിൽ ഫിസിക്കൽ കോണ്ടാക്റ്റ് ഇല്ല. ബിറ്റ്വീൻ ദ പ്രിൻ്റ് ഹെഡ്, റിബൺ, കാർട്ടിലേജ് ആൻഡ് പേപ്പർ. ഇതുണ്ട്. പ്രിൻ്റേഴ്സ് ഡു നോട്ട് ഹാവ് ഫിസിക്കൽ കോണ്ടാക്ട് ബിറ്റ്വീൻ പ്രിൻ്റ് ഹെഡ്, റിബൺ, കാർട്ടിലേജ്, പേപ്പർ. കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ കളറിൻ്റെ ഇതാണ്. റിബണ് പ്രിൻ്റ് ഹെഡും തമ്മിലുള്ള ഫിസിക്കൽ കോണ്ടാക്റ്റ് ഇല്ലാതെ പ്രിൻ്റ് ചെയ്ത് വരുന്നതിനാണ് നോൺ ഇമ്പാക്ട് പ്രിൻ്റർ എന്ന് പറയുന്നത്. പ്രിൻ്റർ രണ്ടുണ്ട്. ഒന്ന് ഇമ്പാക്ട് പ്രിൻ്ററും ഉണ്ട്, ഒന്ന് നോൺ ഇമ്പാക്ട് പ്രിൻ്ററുണ്ട്. ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ കാർട്ടിലേജും നമ്മുടെ പേപ്പറുമായിട്ട് കണക്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് ക്യാരക്ടർ പ്രിൻ്ററുണ്ട്, ലൈൻ പ്രിൻ്ററുണ്ട്. ക്യാരക്ടർ പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ ദോസ് പ്രിൻ്റർ വിച്ച് പ്രിൻ്റ് പേപ്പർ ക്യാരക്ടർ വൈസ്. ഒരു പേപ്പറിൽ ക്യാരക്ടർ വൈസ് പ്രിൻ്റ് ചെയ്യുന്നത്. അതായത് ടൈപ്പ് റൈറ്റർ, നമുക്ക് ടൈപ്പ് റൈറ്റർ അതിൻ്റെ അകത്ത് ഓരോ ക്യാരക്ടർ ഓരോ ഇപ്പോൾ A അത് കഴിഞ്ഞാണ് B, അങ്ങനെ A ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് B പിന്നെ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ അത് പിന്നെയും പ്രിൻ്റ് ചെയ്ത് അങ്ങനെയാണ് അത് വരുന്നത്. അതാണ് ക്യാരക്ടർ പ്രിൻ്റർ. എക്സാമ്പിൾ ടൈപ്പ് റൈറ്റർ. അടുത്തത് ലൈൻ പ്രിൻ്റർ. ഇമ്പാക്ട് പ്രിൻ്ററിൻ്റെ അകത്ത് രണ്ടാമത്തെയാണ് ലൈൻ പ്രിൻ്റർ. ലൈൻ പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ ദോസ് പ്രിൻ്റർ വെച്ച് പ്രിൻ്റ് പേപ്പർ ലൈൻ വൈസ്. അതായത് ചെയിന്, ഡ്രം,
ആൻഡ് ബാൻഡ്. അതാണ് അതിൻ്റെ എക്സാമ്പിൾ. അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ അത് ലൈനായിട്ടാണ് ടൈപ്പ് ചെയ്ത് വരുന്നത്. അതാണ് ലൈൻ പ്രിൻ്റർ. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഓരോ ക്യാരക്ടർ ABC. ലൈൻ എന്ന് പറയുമ്പോൾ ഒരു ലൈനായിട്ട്. പേജ് പ്രിൻ്റർ എന്ന് പറയുമ്പോൾ ഒരു പേജായിട്ട്. ദോസ് പ്രിൻ്റർ വെച്ച് പ്രിൻ്റ് ഹോൾ പേജ് അറ്റ് എ ടൈം. ഒറ്റ പേജ്. അതായത് ലേസർ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രിൻ്റ് എടുക്കാൻ നമ്മൾ കടയിൽ ഏതെങ്കിലും ഷോപ്പിൽ പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ ലേസർ പ്രിൻ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഒറ്റ പേജ് ഫുള്ളായിട്ട് ഒറ്റ സെക്കൻഡ് കൊണ്ട് നമുക്ക് പ്രിൻ്റ് ആവും. അതാണ് ഹോൾ പേജ് പ്രിൻ്റർ. ക്യാരക്ടർ പ്രിൻ്റർ ആണെങ്കിൽ ഒത്തിരി ടൈം എടുക്കാം. അത് നമ്മൾ ടൈപ്പ് റൈറ്ററിനാണ് യൂസ് ചെയ്യുന്നത്. കോടതിയിലൊക്കെ കണ്ടിട്ടില്ല. അതാണ് ക്യാരക്ടർ പ്രിൻ്റർ. ലൈൻ പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ ഒരു ലൈനായിട്ട് മാത്രമേ അത് ലൈൻ മാത്രമേ പ്രിൻ്റ് ചെയ്യത്തുള്ളൂ. അതിൻ്റെ അകത്ത് പിന്നെ ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ വരുന്നുണ്ട് ക്യാരക്ടർ പ്രിൻ്ററിൻ്റെ അകത്ത്. ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ നമുക്ക് പരിചയമുള്ളതാണ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോൾ അവിടെ ഒരു ടൈപ്പ് റൈറ്റർ വെച്ചിട്ടില്ലേ, അതാണ് ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ എന്ന് പറയുന്നത്. റെയിൽവേ ടിക്കറ്റ് 9 to 24 പിന്നാണ്. അതിൻ്റെ സ്പീഡ് എന്ന് പറയുമ്പോൾ 100 to 600 ക്യാരക്ടർ പെർ സെക്കൻഡാണ് ഡോട്ട് മെട്രിക്സ് പ്രിൻ്ററിൻ്റെ. നമ്മൾ റെയിൽവേ ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോൾ അവിടെ വെച്ചിരിക്കുന്ന പ്രിൻ്ററാണ് ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ. അടുത്ത ചെയിൻ ഡ്രം ഒക്കെ നമ്മൾ ഡ്രം ഇതൊക്കെ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇവിടെയൊക്കെ നമ്മൾ ബാങ്കിൽ കണ്ടിട്ടുണ്ട്. അപ്പം 1200 to 6000 ലൈൻസ് പെർ മിനിറ്റ് ആണ് ഈ ചെയിനും ഡ്രമ്മിൻ്റെയും ബാൻഡിൻ്റെയും സ്പീഡ്. അതായത് പ്രിൻ്റ് ചെയ്യുമ്പോഴുള്ള സ്പീഡ് നമ്മൾ കണ്ടിട്ടുള്ള എവിടെയാണെന്ന് ചോദിച്ചാൽ ബാങ്കിലൊക്കെ ഇരിക്കുന്ന പ്രിൻ്ററാണ് ഈ ലൈൻ പ്രിൻ്റർ. ലൈൻ പ്രിൻ്ററിൻ്റെ അകത്ത് 3 എണ്ണം ഉണ്ട്. ഒന്ന് ചെയിന്, ഒന്ന് ഡ്രം, ഒന്ന് ബാൻഡ്. അടുത്തത് പേജ് പ്രിൻ്ററിൻ്റെ അകത്ത് ഒരു പേജായിട്ട് ഞാൻ പറഞ്ഞു, നമ്മൾ ഷോപ്പിൽ പോകുമ്പോൾ നമുക്ക് അതാണ് ലേസർ വെച്ച് സ്കാൻ ചെയ്താണ് നമുക്ക് പ്രിൻ്റ് പെട്ടെന്ന് കിട്ടുന്നത്. അടുത്ത നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ, അതായത് കാർട്ടിലേജും പേപ്പറും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. അതിൻ്റെ അകത്ത് ക്യാരക്ടർ പ്രിൻ്റർ. അതിൻ്റെ അകത്ത് ഉള്ളതാണ് ഇങ്ക്ജെറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ക് സ്പ്രേ ചെയ്ത് നമുക്ക് പ്രിൻ്റ് ചെയ്യുന്നതാണ് ഇങ്ക്ജെറ്റ് പ്രിൻ്റർ. 250 ക്യാരക്ടർ പെർ സെക്കൻഡാണ് അതിൻ്റെ സ്പീഡ്. 250 ക്യാരക്ടർ പെർ സെക്കൻഡാണ് ഇങ്ക്ജെറ്റ് പ്രിൻ്ററിൻ്റെ സ്പീഡ്. അടുത്തതാണ് പേജ് പ്രിൻ്ററിൻ്റെ അകത്ത് ലേസർ പ്രിൻ്റർ വരുന്നുണ്ട്. ലേസർ ബീം ആൻഡ് ഹീറ്റഡ് ടോണർ 6000 to 12000 പെർ ഹവർ ആണ് അതിൻ്റെ സ്പീഡ്. ലേസർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോലെ തന്നെ നമ്മൾ ഫുൾ പേജ് നമ്മൾ ലേസറായിട്ട് പ്രിൻ്റ് ചെയ്യുന്നു. അതിൻ്റെ അത് പ്രത്യേകത എന്ന് ചോദിച്ചാൽ പ്രിൻ്റ് ഹെഡും കാർട്ടിലേജും പേപ്പറും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. അതാണ് നോൺ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ കണക്ഷനുണ്ട്. പ്രിൻ്റർ 2 എണ്ണം ഉണ്ട്, ഒന്ന് ഇമ്പാക്റ്റും ഒന്ന് നോൺ ഇമ്പാക്റ്റും. ഓക്കെ, അപ്പോൾ എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഡോട്ട് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ട്രെയിനിൽ കാണുന്നത്. ലൈൻ പ്രിൻ്ററിൻ്റെ അകത്ത് ലൈനായിട്ട് ബാങ്കിൽ കാണുന്നത്. നോൺ ഇമ്പാക്റ്റ് ക്യാരക്ടർ ഇങ്ക്ജെറ്റിൻ്റെ അകത്ത് ഇങ്ക് സ്പ്രേ ചെയ്ത് ക്യാരക്ടർ പ്രിൻ്റ് ചെയ്യുന്നത്. പേജ് പ്രിൻ്ററിൻ്റെ അകത്ത് ലേസർ, പിന്നെയും ഇവിടുത്തെ ലേസർ പോലെ തന്നെ ഫുൾ പേജ് നമുക്ക് സ്കാൻ ചെയ്ത് കിട്ടുന്നത്. അതിൻ്റെ അകത്ത് ഇവിടുത്തെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ പേപ്പറും അതുമായിട്ട് കണക്ഷൻ ഇല്ല. പേപ്പറും നമ്മുടെ പ്രിൻ്റ് ചെയ്യുന്ന ഒരു ഹീറ്റഡ് ടോണറും റിബണൊന്നുമായിട്ട് ഇതിനകത്ത് കണക്ഷൻ ഇല്ല. അതാണ് നോൺ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ആദ്യത്തെ ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ ഞാൻ പറഞ്ഞു, റെയിൽവേ ടിക്കറ്റ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ. ലൈൻ പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ ഓഫീസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ലൈൻ പ്രിൻ്റർ. പോസ്റ്റൽ ഡ്രം പ്രിൻ്റർ, അതാണ് ലൈൻ പ്രിൻ്റർ. ബാങ്കിലൊക്കെ നമ്മളിത് കണ്ടിട്ടുണ്ട്. ഓരോ ലൈനായിട്ട് ഫുൾ വീതിയിൽ പ്രിൻ്റ് ചെയ്ത് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് ലൈൻ പ്രിൻ്റർ. അടുത്ത നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററിൻ്റെ അകത്ത് ഇങ്ക്ജെറ്റ് പ്രിൻ്റർ. ഇങ്ക് സ്പ്രേ ചെയ്ത് പ്രിൻ്റായി വരുന്നതാണ്. നമ്മൾ കളറൊക്കെ 250 ക്യാരക്ടർ പെർ സെക്കൻഡാണ് അതിൻ്റെ സ്പീഡ്. ഇതാണ് ഇങ്ക്ജെറ്റ് പ്രിൻ്റർ. ഇങ്ക് സ്പ്രേ ചെയ്ത് കളറിൽ നമുക്ക് കിട്ടുന്നതാണ് ഇങ്ക്ജെറ്റ്. ഇത് നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. ഷോപ്പിലൊക്കെ ഇരിക്കുന്നതാണ് ലേസർ പ്രിൻ്റർ. അപ്പോൾ ഇവിടെ നമ്മളിത് പ്രിൻ്റ് ചെയ്യാനുള്ള പേപ്പർ ഇവിടെ നമ്മൾ കയറ്റി വിടുമ്പോൾ നമുക്കിവിടെ അടിയിൽ അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. ലേസറായിട്ട് ഫുൾ പേജ് പ്രിൻ്റ് ചെയ്യും. 6000 to 12 പേജ് പെർ ഹവർ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. അതാണ് ലേസർ ബീമിൻ്റെ പ്രത്യേകത. ലേസർ ലൈറ്റാണ് അത്. ലേസർ എന്ന് പറയുമ്പോൾ ഹീറ്റാണ് അത്. അടുത്ത തെർമൽ പ്രിൻ്റർ. യൂസ് ടു ഹീറ്റ് ട്രാൻസ്ഫർ ഇംപ്രഷൻ ഇൻ ടു പേപ്പേഴ്സ് ഓഫ് തെർമൽ പ്രിൻ്റർ. തെർമൽ വാക്സ്
ട്രാൻസ്ഫർ പ്രിൻ്റർ. വേറെ തെർമൽ പ്രിൻ്റർ നമ്മൾ ഈ ബസ് ടിക്കറ്റിലുള്ള DTDC ബസ്സിൽ നമ്മൾ ബസ് ടിക്കറ്റ് കിട്ടുന്ന തെർമൽ വാക്സ് ട്രാൻസ്ഫർ പ്രിൻ്ററാണ്. ഇതാണ് നമുക്ക് എന്നാ സംഭവം ചോദിച്ചാൽ അത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് അപ്പം തന്നെ അത് മായ്ച്ചാൽ അത് മാഞ്ഞു പോകും. പക്ഷേ അത് ഇച്ചിരി നേരം ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞ് അത് മായ്ച്ചാൽ മായ്ച്ചു പോകില്ല, പെർമനൻ്റ് ആണ്. അത് ഭയങ്കരമായിട്ട് പിന്നെ അത് മായത്തേ ഇല്ല. അതാണ് ഈ തെർമൽ വാക്സ് ട്രാൻസ്ഫർ പ്രിൻ്ററിൻ്റെ ഒരു പ്രത്യേകത. അടുത്ത ഡയറക്റ്റ് തെർമൽ ബാർകോഡ് ജനറേറ്ററാണ് ഡയറക്റ്റ് തെർമൽ എന്ന് പറയുന്നത്. നമ്മൾ അവിടെ ബാർകോഡ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ ഇൻഫർമേഷൻ കൊടുത്ത് അവിടെ ബാർകോഡ് ഇങ്ങനെ ജനറേറ്റായി ഔട്ട്പുട്ട് കിട്ടും. അതാണ് ഡയറക്റ്റ് തെർമൽ എന്ന് പറയുന്നത്. തെർമൽ വാക്സ് ട്രാൻസ്ഫർ പ്രിൻ്റർ DTDC ബസ്സിൽ യൂസ് ചെയ്യുന്നത്. ഡയറക്റ്റ് തെർമൽ എന്ന് പറഞ്ഞാൽ ബാർകോഡ് ജനറേറ്റർ. വിർച്വൽ പ്രിൻ്റർ. എന്താണ് വിർച്വൽ പ്രിൻ്റർ? വിർച്വൽ പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു എന്തെങ്കിലും ഡോക്യുമെൻറ്റ് നമുക്ക് പ്രിൻ്റ് ചെയ്യണം. അത് നമ്മൾ .xpsൽ നമ്മൾ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രിൻ്ററുമായിട്ട് കണക്റ്റ് ആവുന്ന ടൈമിൽ അത് ഓട്ടോമാറ്റിക്കലി പ്രിൻ്റ് ആവും. അതാണ് വിർച്വൽ പ്രിൻ്റർ. വിർച്വൽ പ്രിൻ്റർ സ്റ്റിമുലേറ്റഡ് ഡിവൈസ് ഹൂസ് ഇൻ്റർഫേസ് ആൻഡ് API സിമിലർ ടു എ പ്രിൻ്റർ. ഇൻ്റർഫേസും അതിൻ്റെ APIയും ഒരു പ്രിൻ്ററിനെ പോലെ തന്നെ സിമിലർ ആണ്. ബട്ട് ദ ഡിവൈസ് ഇസ് നോട്ട് കണക്ട് വിത്ത് ഫിസിക്കൽ പ്രിൻ്റർ. അതായത് ഒരു പ്രിൻ്ററുമായിട്ട് നമ്മുടെ സിസ്റ്റം കണക്റ്റ് ആയിട്ടില്ല. മൈക്രോസോഫ്റ്റ് XPS ഡോക്യുമെൻ്റ് റൈറ്റർ, ക്യൂട്ട് PDF റൈറ്റർ, ഇതെല്ലാം അങ്ങനെ നമ്മൾ ഈ .xps എന്നുള്ള സേവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏതൊരു പ്രിൻ്ററുമായിട്ട് കണക്റ്റ് ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി പ്രിൻ്റ് അത്രയേ ഉള്ളൂ. അതാണ് വിർച്വൽ പ്രിൻ്റർ. അടുത്ത മൾട്ടി ഫങ്ഷണൽ ഡിവൈസ്. ഇതും നമ്മൾ ഷോപ്പുകളിൽ കണ്ടിട്ടുള്ളതാണ്. മൾട്ടി ഫങ്ഷൻ ഇതാണ് ഇപ്പം മിക്ക ഷോപ്പുകളുള്ളത്. പ്രിൻ്റ് ചെയ്യാം, സ്കാൻ ചെയ്യാം, എല്ലാം തന്നെ നമുക്ക് ഇന്നത് ചെയ്യാൻ പറ്റും. ഇത് ഓൾസോ നോൺ ആസ് ഓൾ ഇൻ വൺ പ്രിൻ്റ്. ദിസ് ഇസ് കോമ്പിനേഷൻ ഓഫ് വേരിയസ് ഫങ്ഷൻ. പ്രിൻ്റർ കണ്ടോ, പ്രിൻറ്റിംഗ് ഉണ്ട്, സ്കാൻ ഉണ്ട്, ഫോട്ടോ കോപ്പി ഉണ്ട്. എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ കോപ്പി എടുക്കണമെങ്കിൽ, സ്കാൻ ചെയ്യണമെങ്കിൽ, അതായത് ഇവിടെ വെച്ചിട്ട് സിസ്റ്റത്തിലോട്ട് കൊടുക്കണമെങ്കിൽ അതാണ് സ്കാനിങ്. പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിലുള്ളത് നമുക്ക് പ്രിൻ്റ് ചെയ്ത് ഔട്ട്പുട്ടായിട്ട് പേപ്പർ കിട്ടണമെങ്കിൽ പ്രിൻറ്റിങ്, അതും ഇതിനകത്തുണ്ട്. അതാണ് MFD മൾട്ടി ഫങ്ഷണൽ ഡിവൈസ്. ഇതാണ് മിക്ക ഷോപ്പുകളിലും ഒക്കെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ടിപ്സ്. അടുത്ത ടൈപ്പ് ഓഫ് കണക്ടേഴ്സ് ഇൻ പ്രിൻ്റർ. പ്രിൻ്ററിൻ്റെ അകത്തുള്ള കണക്ടർ ഒന്ന് സീരിയൽ. മുമ്പത്തെ പോലെ തന്നെ സ്കാനറിൻ്റെ അകത്ത് പോലെ സീരിയൽ 925 പിൻ കണക്ടർ. പാരൽ എന്ന് പറഞ്ഞാൽ പാരലായിട്ടിരിക്കുന്നത്, അത് 40 പിന്ന്. പിന്നെ USB പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ USB കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പോർട്ട്, 4 പിൻ കണക്ടറാണ് അത്. അടുത്ത് ലാൻഡ് പോർട്ട്, എതർനെറ്റ് കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ലാൻഡ് പോർട്ട്. ഇൻ്റർനെറ്റ് കണക്ഷന് വേണ്ടി 8 പിന്നാണ്. വയർലെസ് എന്ന് പറഞ്ഞാൽ വയറല്ലാത്ത കണക്ടർ. വയറല്ലാത്ത കണക്ടർ, അതായത് കണക്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് അവിടെ വയർ വരുന്നില്ല, മീൻസ് വയർലെസ് ആണ്. എന്നാലും നമ്മൾ സിസ്റ്റത്തിലൊരു എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യണം. ഒരു ഡിസ്ക് ഡ്രൈവിൻ്റെ അകത്ത് നമ്മുടെ വയർലെസ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പം ഈ പ്രിൻ്ററും നമ്മുടെ സിസ്റ്റവും തമ്മിൽ കണക്റ്റ് ആവും. പിന്നെ വയർലെസ് ആയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ വയറിൻ്റെ ആവശ്യമില്ല, കേബിളിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയാണ് ഞാൻ പറഞ്ഞത്. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസിനെ കുറിച്ച് ബേസിക്കായിട്ട് ക്വിക്കായിട്ട് ഒരു ഇൻഫർമേഷൻ തന്നത്. നമ്മൾ നെറ്റ്വർക്കിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ബേസിക് ആയിട്ടുള്ള ടേംസ് എല്ലാം അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടി തന്നെയാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നു പോകുന്നു. ഇനി വരും വീഡിയോകളിൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറയുന്നതാണ്. കമാൻഡ് പ്രോംപ്റ്റിൻ്റെയും എല്ലാ കാര്യങ്ങളും എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം പിന്നീട് അടുത്തുള്ള വീഡിയോകളിൽ. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും നേരം എന്നെ കേട്ടതിന് നന്ദി.